ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എയർ ഇന്ത്യക്കുള്ള കാർഗോ ഡിവിഷനിലേക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഏകദേശം 45ഓളം ഒഴിവുകളിലേക്ക് മിനിമം 10ാം ക്ലാസ്സിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിന് ആദ്യം ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുക. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിൽ പിന്നെ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാം ഒന്നുമില്ല, ജസ്റ്റ് ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ സമയത്ത് മാത്രം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഫീസൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുക, കാർഗോ ഡിവിഷനിലേക്ക് ഹാൻഡിമാൻ അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടികൾക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമ്മൾ ചെന്നൈ ബേസ് ചെയ്തിട്ട് ഏകദേശം 863ഓളം ഒഴിവുകളിലേക്ക് പറഞ്ഞിരുന്നു. അതിന്റെ ഇന്റർവ്യൂ ഡേറ്റ് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9, 11, 15 തീയതികളിലാണ് ഇന്റർവ്യൂ. അതിന്റെ ഡീറ്റെയിൽസും ഇതിലൂടെ ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് നോക്കാം. എയർ ഇന്ത്യക്ക് കീഴിലുള്ള എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ്, എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്, സദേൺ റീജിയനിലുള്ള വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ തപാൽ വഴി അപേക്ഷിക്കണം. അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ സമയത്തായിരിക്കും ഇതിൽ ആപ്ലിക്കേഷൻ ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്താൽ മതി. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഓരോ പോസ്റ്റുകളും പറയുന്നുണ്ട്. കസ്റ്റമർ ഏജന്റ് എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്. അതിലേക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. 19,350 ശമ്പളം. 8 വേക്കൻസിയാണ്. ജനറൽ വിഭാഗത്തിൽ 28 വയസ്സ്, അതുപോലെ OBC 31, SC ST 33 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അണ്ടർ 10+2+3 പാറ്റേൺ വിത്ത് ഡിപ്ലോമ ഇൻ IATA ഓ UFTA അല്ലെങ്കിൽ IATA FIATA ആ രീതിയിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ മാത്രമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ കസ്റ്റമർ ഏജന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് +2 ഉണ്ടായിരുന്നാൽ മതി. ജൂനിയർ കസ്റ്റമർ ഏജന്റിന് +2 ഉണ്ടായിരുന്നാൽ മതി. 16,530 ശമ്പളം ഉണ്ടായിരിക്കാം. 4 വേക്കൻസി, 28 വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ 31, SC ST 33. അങ്ങനെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ റാമ്പ് സർവീസ് ഏജന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഇലക്ട്രോണിക്സ് or automobile engineering recognized by the state government, അല്ലെങ്കിൽ ITA with NC TVT ടോട്ടൽ 3 ഇയർ ഇൻ മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ ഇലക്ട്രിക്കൽ, എയർ കണ്ടീഷനിങ്, ഡീസൽ മെക്കാനിക്കൽ എന്നിവയിലുള്ള ITA ഉണ്ടായിരുന്നാൽ മതി. അതിലേക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണ്ടി വരും. കാരണം ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ മറ്റുള്ള കാർഗോ ഗുഡ്സുകൾ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ വണ്ടികൾ ഓടിക്കുക, അതായിരിക്കും അവരുടെ മെയിൻ വർക്ക് വരുന്നത്. 19,350 ശമ്പളം. 2 വേക്കൻസിയാണ്. 28 വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റ്. OBC 31, SC ST 33. പിന്നെ യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ, അതിലേക്ക് 10ാം ക്ലാസ് മിനിമം പാസ്സായിരുന്നാൽ മതി. പ്ലസ് അതിനോട് കൂടി തന്നെ LMV HMV ഉണ്ടായിരിക്കും. വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്. 16,530 ശമ്പളം. 6 വേക്കൻസി. 28 വയസ്സാണ് ജനറൽ. OBC 31, SC ST 33 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹാൻഡിമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് SLC അതുപോലെ 10ാം ക്ലാസ് ഉണ്ടായിരുന്ന മതി. 14,610. 25 ഒഴിവുകളുണ്ട്. 28 വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റ്. 31 OBC, 33 SC ST. അതിലേക്ക് റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അതുപോലെ ലോക്കൽ ലാംഗ്വേജിലുള്ള അറിവുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക. ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ അവരുടെ ഡ്യൂട്ടി ഫങ്ഷൻസൊക്കെ പറയുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജൂനിയർ കസ്റ്റമർ ഏജൻറ്റ് പോസ്റ്റിലേക്ക് എയർപോർട്ട് മെയിൻലി പാസഞ്ചർ ചെക്ക് ഇൻ, എയർലൈൻ ടിക്കറ്റ് റിസർവേഷൻ, ബോർഡിംഗ് ആൻഡ് ആൾ ടെർമിനൽ ഫങ്ഷൻസ്. അപ്പോൾ അവർക്ക് ഈ ബോർഡിങ്ങിൽ അതുപോലെ തന്നെ പാസഞ്ചർ ചെക്ക് ഇൻ, അതുപോലെ ടിക്കറ്റ് റിസർവേഷൻ, ടെർമിനൽ ഫങ്ഷൻസ്, അതൊക്കെ ആയിരിക്കും. എയർപോർട്ടിൻ്റെ ഉള്ളിലെ വർക്കായിരിക്കും ഈ കസ്റ്റമർ ഏജൻറ്റ്, ജൂനിയർ കസ്റ്റമർ ഏജൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എലിജിബിൾ ഫോർ PF ആൻഡ് ESI, ഓൾസോ എൻറ്റൈറ്റിൽഡ് ഫോർ കാഷ്വൽ ലീവ്, സിക്ക് ലീവ് ആൻഡ് പ്രിവിലേജ് ലീവ്, അതൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ റാമ്പ് സർവീസ് ഏജൻറ്റ്, യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവറുടെ വർക്ക് എന്ന് പറഞ്ഞാൽ
Mainly driving heavy vehicle like tractor, bus and ground service equipment upon training, also equipment maintenance, മറ്റുള്ള കാർഗോ വെഹിക്കിൾസൊക്കെ മെയിൻ്റനൻസ് മറ്റുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള വർക്കുകളായിരിക്കും അവർക്കുണ്ടായിരിക്കും. ഹാൻഡിമാൻ അല്ലെങ്കിൽ മെയിൻലി ബാഗേജ് കാർഗോ ലോഡിംഗ് ആൻഡ് ഓഫ് ലോഡിംഗ് ഫ്രം എയർക്രാഫ്റ്റ്, ട്രോളീസ്, എയർക്രാഫ്റ്റ് ക്യാബിൻ ക്ലീനിങ്, പാസഞ്ചർ ആസ് വെൽ ആസ് എയർലൈൻ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ കീ റിക്വയർമെൻറ്റ്. അപ്പോൾ ഹാൻഡിമാൻ്റെ പോസ്റ്റിന് ഫ്ലൈറ്റ് ക്ലീനിങ് ഉണ്ട് വരുന്നതാവും, അതുപോലെ തന്നെ ബാഗേജ് കാർഗോ ലോഡിംഗ് അൺലോഡിംഗ് എന്നൊക്കെ ആ കാര്യങ്ങളായിരിക്കും അവർക്കുണ്ടായിരിക്കും. അവർക്കും മറ്റുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും ഇത്രയാണ് ഇത് ഡീറ്റെയിൽസ്. ഇത് അപേക്ഷിക്കേണ്ട 1/5/2022 നോട്ടിഫിക്കേഷൻ വന്ന് 18/5/2022 വരെ നിങ്ങൾക്ക് രജിസ്റ്റേഡ് ആയിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ HR ഡിപ്പാർട്ട്മെൻറ്റ് എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് യൂണിറ്റി കോംപ്ലക്സ്, പല്ലവരം കണ്ടോൺമെൻറ്റ്, ചെന്നൈ 600-043 എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കവറിന് പുറത്ത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യാതെ AIATSL വിജയവാഡ എന്നും കൂടി കൊടുക്കണം. നോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ടു ബി അറ്റാച്ച്ഡ് അറ്റ് ദിസ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇത് അയക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. തീർച്ചയായും താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ മൊത്തം വായിച്ചതിന് ശേഷം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ വെക്കേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.